आज रात में फिर से परमेश्वर के वचन को लेके आपके सामने खड़ा होने के लिए प्रभु ने सहायता किया, इसके लिए प्रभु को धन्यवाद करते हैं। എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നിന്നും സാക്ഷികളുടെ വലിയ ഒരു സമൂഹത്തെ കുറിച്ചുള്ള പഠനമാണ് നമ്മൾ തുറന്നുകൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി ദാവീദിന്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ദൈവം ദാവീദിനെ ഉപയോഗിച്ചത് എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പ്രൈസ് ദി ലോർഡ്. तो हम लोग जो है इब्रानियों का पत्री से बीते दिन में पढ़ के आ रहा है और दाऊद का जीवन को परमेश्वर ने कैसे इस्तेमाल किया और परमेश्वर दाऊद का जीवन को कैसे काम किया, उस विषयों के बारे में हम लोग सुन रहा था. ദാവീദിനെ ദൈവം തെരഞ്ഞെടുത്ത രീതി, ദാവീദിനെ കൊണ്ട് ദൈവം യുദ്ധം ചെയ്യിപ്പിച്ചത്, ദാവീദിന്റെ ജീവിതത്തിൽ താൻ ആ പ്രോമിസിലേക്ക് വരുവാൻ കാത്തിരിക്കേണ്ടി വന്ന വർഷങ്ങൾ, അതിനെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പർപ്പസ്, തന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് ദാവീദിനെ വിളിക്കുവാനുള്ള കാരണങ്ങൾ ഇത്യാദി കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ 3-4 ക്ലാസ്സുകളിലായിട്ട് കാണുവാൻ റെഡിയായി തീർന്നല്ലോ. दाऊद को कैसे परमेश्वर ने बुलाया और दाऊद जो है उसके लिए इंतजार कर किया हुआ जो वर्ष और काल, और दाऊद उसके अलावा परमेश्वर के हृदय की इच्छा के आधार पर जो बना हुआ एक व्यक्ति बन गया, इन विषयों के बारे में हम बीते बार देख चुका था. ദാവീദിന്റെ ജീവിതകാലം അല്ലെങ്കിൽ ദാവീദിന്റെ കിങ്ഡം എന്ന് പറയുന്നത് ഏകദേശം 40 വർഷത്തോളമായിരുന്നു. 7 വർഷത്തോളം യഹൂദയിൽ മാത്രവും അതിനുശേഷമുള്ളതായ 33 വർഷങ്ങൾ മുഴുവനായിട്ട് ഇസ്രായേലിന്റെ രാജാവായി, അങ്ങനെ 40 വർഷങ്ങൾ ദൈവം ദാവീദിനെ രാജാവായിട്ട് ഉപയോഗിച്ചു. और दाऊद का जो है राजकाल जो है 7 साल इसराइलियों के ऊपर में उन्होंने शासन किया, और उसके बाद जो है करीब 33 साल उन्होंने पूरा यहूदिया और इसराइली मिला के, और कुल मिला के 40 साल तक उन्होंने शासन किया पूरे इसराइल में. അപ്പൊ അങ്ങനെ 40 നീണ്ട വർഷം യെരുശലേം എന്ന യുണൈറ്റഡ് കിങ്ഡത്തെ 33 വർഷവും 7.5 വർഷം യൂദയെ അല്ലെങ്കിൽ യഹൂദ ഗോത്രത്തെ വാഴുവാനുമായിട്ട് ദാവീദിനെ ദൈവം ഉപയോഗിച്ച രീതി നോക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ ഒരു പ്രോമിസിന്റെ ഫുൾഫിൽമെന്റ് ആണ് അവിടെ നടന്നതെന്ന് നമ്മൾ കാണുവാൻ ഇടയായി. और परमेश्वर ने दाऊद को जो है 7 साल यहूदा को और बाकी 33 साल जो है इसराइलियों को पूरे शासन करने के लिए जब इस्तेमाल किया, वहां पे परमेश्वर का वायदा का एक पूर्तिकरण हमें वहां पे देखता है. എന്നാൽ ദാവീദിന്റെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ ദാവീദിന്റെയും ശലോമോന്റെയും കാലഘട്ടമായിരുന്നു വളരെ ശക്തമായ രീതിയിൽ ഇസ്രായേൽ ഒരു രാഷ്ട്രമായിട്ട് സ്ഥാപിക്കപ്പെട്ടതും അനേക വിജയങ്ങൾ ദൈവം അവർക്ക് നൽകിയതും ഒക്കെ നമുക്ക് 1 ശമൂവേൽ 2 ശമൂവേൽ പുസ്തകങ്ങളിൽ കാണാൻ സാധിക്കുന്നതാണ്. और दाऊद का समय काल और सुलेमान का समय काल, दोनों का समय काल में पहला राजा और दूसरा पहला शमूएल और दूसरा शमूएल का किताब में हम पढ़ सकता है कि परमेश्वर जो है बाकी राज्यों के ऊपर में इन लोगों को माने विजय दे दिया, और अलग अलग शत्रु जो उसके विरोध में था वो लोग नाश हो गया. അങ്ങനെ ദാവീദിന്റെ ജീവിതത്തിൽ ദൈവം തനിക്ക് കൊടുത്ത ഒരു ബർഡൻ ആയിരുന്നു ഒരു ആലയം ദൈവത്തിന് വേണ്ടി പണിയുക എന്നുള്ളത്. എന്നാൽ ആ ആലയത്തിന്റെ പണി ദാവീദിനെ കൊണ്ട് ദൈവം ചെയ്യിപ്പിച്ചില്ല. അത് തന്റെ മകനായ ശലോമോനെ കൊണ്ടാണ് ദൈവം ചെയ്യിപ്പിച്ചത്. और परमेश्वर का एक इच्छा था कि एक मंदिर जो है वहां पे बनाना है, लेकिन परमेश्वर कभी भी दाऊद को उसके लिए जो है अनुमति नहीं दिया कि दाऊद के द्वारा उसको बनाने के लिए, मगर उनके बेटा सुलेमान के द्वारा उस मंदिर को बनाने के लिए परमेश्वर चाहा. അതാണ് ഇന്ന് രാത്രികാലം നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഡേവിഡ്സ് വിഷൻ ആണ്, പക്ഷേ സോളമന്റെ ടെമ്പിൾ എന്നാണ് അറിയപ്പെടുന്നത്. तो वहां पे जो है दर्शन जो है दाऊद का है, लेकिन वो सुलेमान का मंदिर कहा जाता है. നമ്മുടെ ജീവിതത്തിലും വളരെ പ്രായോഗികമായ ഒരു നിർദ്ദേശം പറഞ്ഞുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. ഒരു പക്ഷേ നമ്മുടെ വിഷൻ ആയിരിക്കാം, ദൈവരാജ്യത്തെ കുറിച്ചുള്ള നമ്മുടെ ബേർഡൻ ആയിരിക്കാം. എന്നാൽ നമ്മുടെ തലമുറയിൽ അത് നിവർത്തീകരിക്കപ്പെടുന്നത് കാണാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ പോലും അടുത്ത തലമുറയിൽ ദൈവം അത് നിവർത്തീകരിക്കും. പക്ഷെ അതിൽ നമ്മൾ ഒരിക്കലും മനസ്സ് വ്യാകുലപ്പെടുവാൻ ഇടയായിത്തീരരുത്. ഇവിടെ ദാവീദിന്റെ വിഷൻ ആണ്, പക്ഷെ അറിയപ്പെടുന്നതെല്ലാം ശലോമോന്റെ ദേവാലയം എന്നാണ്. और हो सकता है हम लोगों को समय काल में जो हमारा दर्शन पूर्तिकरण में नहीं आएगा, दूसरा किसी का जो है समय काल में उसका पूर्तिकरण आएगा. इधर भी जो है उसी प्रकार होता है. दर्शन जो है दाऊद का था, लेकिन उसका पूर्तिकरण जो है सुलेमान का समय में हुआ, तो इसी में हमें खेदित होने का कोई बात नहीं है. 2 ശമൂവേൽ 7-ാം അധ്യായം അതിന്റെ 1-ഉം 2-ഉം വാക്യങ്ങളിൽ ഇങ്ങനെയാണ് കാണുന്നത്. दूसरा शमूएल उसका 7 अध्याय का 1 और 2 पद में हम लोग इसी प्रकार पढ़ते हैं.
And after the king was settled in palace, and the Lord had given him rest. തന്റെ ശത്രുക്കളിൽ നിന്നുള്ള എല്ലാം തനിക്കൊരു സ്വസ്ഥത ദൈവം ദാവീദിന് നൽകി. അപ്പോൾ ദാവീദ് നാഥാൻ പ്രവാചകനോട് പറയുകയാണ്, Here I am living in a house of cedar, while the ark of God remains in a tent. वहां पे सात का एक पहला पद इस प्रकार लिखा है, जब राजा अपने भवन में रहता था और यहोवा ने उसको उसके चारों ओर के सब शत्रुओं से विश्राम दिया था, तब राजा नाथान नामक भविष्यद्वक्ता से कहने लगा, देख मैं तो दाऊद के मैं तो देवदारू से बने हुए घर में रहता हूं, परंतु परमेश्वर का संदूक तंबू में रहता है. അപ്പോൾ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ദേവാലയത്തിന്റെ പണിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് വളരെ ജെന്യുവിൻ ആയിട്ടുള്ള ഒരു ബേർഡൻ ആണ്. അതാണ് നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത്. ജെന്യുവിൻ ബേർഡൻ ഓഫ് ഡേവിഡ് led to the building of this great and magnificent temple for God. और यहाँ पे देखिएगा कि परमेश्वर का मंदिर बनाने के लिए उनके हृदय के अंदर में हुआ एक मासूम चाहत, जो उसको कहा सकता है, क्योंकि उस चाहत जो है बहुत मासूम है और हृदय के अंदर से जो है निकला हुआ एक इच्छा है. वो इच्छा जो है उसके हृदय के अंदर में हुआ, उसी को एक महत्वपूर्ण एक बड़ा मंदिर के रूप में परिणाम कर दिया. ദൈവം നമ്മെ കൊണ്ട് ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് വളരെ ജെന്യുവിൻ ആയിട്ടുള്ള ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ബേർഡനിൽ നിന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് തന്നെയാണ് നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള ഭാരം, ഒരു രാജ്യത്തെ കുറിച്ചുള്ള ഭാരം, ഒരു സ്ഥലത്തെ കുറിച്ചുള്ള ഭാരം. ഇതെല്ലാം തുടങ്ങേണ്ടത് ഇന്ന് നമ്മൾ കാണുന്ന പലതിന്റെയും തുടക്കം എന്ന് പറയുന്നത് ഒരു റെസ്റ്റ്ലെസ്നെസ്, ഒരു ഭാരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ റെഡിയായി തീരണം. और जो चीज हम लोग जो शुरू करते हैं या परमेश्वर हमारे द्वारा जो करना चाहता है, वो सब जो है शुरू करना जो है एक बोझ से शुरू करना चाहिए. एक जो है हमारा हृदय अफसोस होना चाहिए कई विषयों के प्रति. जिस विषयों के प्रति हमारा हृदय अफसोस हो जाता है और हमारा हृदय खेदित हो जाता है और बोझ से दबाव हो जाता है, उस विषयों के प्रति परमेश्वर काम करना आरंभ करेंगे. ഇന്ന് നമ്മൾ കാണുന്നതായ പല മിഷൻ ഓർഗനൈസേഷൻസും, ഇന്ന് നമ്മൾ പല രാജ്യങ്ങളിലും കാണുന്ന ഉണർവിന്റെ പിന്നിലെല്ലാം ആരുടെയോ ത്യാഗപൂർണമായ ഒരു ബേർഡന്റെ തുടക്കമുണ്ടെന്ന് നമ്മൾ ഇന്ന് രാത്രികാലം മനസ്സിലാക്കണം. ഹല്ലേലൂയ. आज अधिकतर जो है मिशन ऑर्गेनाइजेशन हम लोग जो देखता है और अधिकतर हमारे संस्थाएं हम लोग जो देखता है, ये सबके पीछे जो है आपको समझना चाहिए किसी भी एक व्यक्ति का जो है भोज के साथ एक शुरुआत उसी में था, हम समझना चाहिए. എന്നാൽ ഈ ജെന്യുവിൻ ആയിട്ടുള്ള തന്റെ ആഗ്രഹത്തെ ദൈവത്തോട് പറയുകയാണ്, നീ അല്ല പണിയേണ്ടത്, ശലോമോനാണ് പണിയേണ്ടത്. ഒന്ന് ദിനവൃത്താന്തം 28-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? King David rose to his feet and said, Listen to me, my fellow Israelites, my people. I had it my heart to build a house as a place of rest for the ark of the covenant of the Lord, for the footstool of our God, and I made plans to build it. But God said to me, You are not to build a house for my name, because you are a warrior and have shed blood. और यहाँ पे जो है पहला इतिहास उसका 28 अध्याय का 3 और 4 पद में इसी प्रकार हम लोग पढ़ते हैं. तो वहां पे परंतु परमेश्वर ने उसका दूसरा पद से पढ़ेंगे, तब दाऊद राजा खड़ा होकर कहने लगा, हे मेरे भाइयों और हे मेरे प्रजा के लोग, मेरी सुनी. मेरी इच्छा तो थी कि यहोवा की वाचा के संदूक के लिए और हम लोगों के परमेश्वर के चरणों की पीठी के लिए विश्राम का एक भवन बनाओ, और मैंने उसके बनाने की तैयारी की थी, परंतु परमेश्वर ने मुझसे कहा, तू मेरे नाम का भवन बनाने न पाएगा, क्योंकि तू युद्ध करने वाला है और तूने लहू बहाया है. അപ്പോൾ ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയതായ ഒരു ടെമ്പിൾ അല്ലെ. അത് കണ്ടവർ നമ്മളാരും കണ്ടിട്ടില്ല, എന്നാൽ ചരിത്രം പറയുന്നത് അതുപോലെ മനോഹരമായിട്ടുള്ള ഒരു ടെമ്പിൾ അല്ലെങ്കിൽ ഒരു ദേവാലയം പിന്നീട് ഉണ്ടായിട്ടില്ല. അത്രമാത്രം മനോഹരമായിരുന്നു, അത്രമാത്രം മാഗ്നിഫിഷ്യന്റ് ആയിരുന്നു, അത്രമാത്രം ആർക്കിടെക്ചറൽ വണ്ടർ ആയിരുന്നു ശലോമോൻ പണിത ദേവാലയം. പക്ഷേ അതിന്റെ തുടക്കം എന്ന് പറയുന്നത് ദാവീദിന്റെ ദൈവത്തിന്റെ ആലയത്തോടുള്ളതായ ആ മനസ്ഥിതി അല്ലെങ്കിൽ ആ ബേർഡൻ ആണ്.
और देखिए जो है मंदिर को मैंने देखा नहीं है, हम लोग देखा नहीं है, लेकिन इसी प्रकार उस मंदिर के बारे में सुनता है कि बहुत बड़ा था, बहुत विशाल था, और उसके अंदर भी एकदम मनोहर था। और इसी प्रकार मनोहर एक मंदिर बनाने के लिए परमेश्वर ने जो है सुलेमान को इस्तेमाल किए, सुलेमान उसको बनाया। लेकिन ये सबका शुरुआत जो है दाऊद के अंदर में हुआ, एक दर्शन से जो है शुरू हुआ। അത് നമ്മൾ ദാവീദിന്റെ ദൈവ സാന്നിധ്യത്തോടുള്ള തന്റെ ആഗ്രഹം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ. സങ്കീർത്തനം 27:4 ഒന്ന് വായിക്കാമോ? 27:4 പറയുന്നത്, വൺ തിങ് ഐ ഡിസൈർഡ് ഓഫ് ദ ലോർഡ്, ഒന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, എന്താണ്? ദൈവത്തിന്റെ മനോഹരത്വം കാണുവാനും, റൈറ്റ്, to behold the beauty of the Lord and to inquire and to dwell in the house of the Lord for all the days of my life. तो ये बात जो है दाऊद जो कह रहा है, उसका हृदय की इच्छा, हृदय की अभिलाषा, हम लोग भजन संगीता उसका 27 अध्याय का चौथा पद में, 4 पद में हम लोग पढ़ता है, एक वर मैंने यहोवा से मांगा है, उसी के यत्न में लगा रहूंगा कि मैं जीवन भर यहोवा के भवन में रहने पाऊं, जिससे यहोवा की मनोहरता पर दृष्टि लगाए रहूं और उसके मंदिर में ध्यान किया करूं। നോക്കൂ, ദാവീദിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹത്തിന്റെ ആ നൈർമല്യതയാണ് ഞാൻ ഇവിടെ സ്ഥാപിക്കുന്നത്. ഒരു ദുരുപദേശത്തോടു കൂടിയുള്ളതായ ഒരു ബേർഡൻ അല്ല ദാവീദിന്റെ മനസ്സിലോട്ട് വന്നത്. ദൈവ സാന്നിധ്യത്തോടുള്ള തന്റെ അഭിനിവേശം, തന്റെ സ്നേഹം, തന്റെ ആഗ്രഹം, അത് നിമിത്തം ഉണ്ടായതായ ഒരു ആഗ്രഹമാണ്, ദൈവമേ ഇങ്ങനെ ദൈവ സാന്നിധ്യം എപ്പോഴും വസിക്കുന്ന ഒരു ദേവാലയം. പുതിയ നിയമത്തിൽ നമ്മളാണ് ദേവാലയം, എന്നാൽ അന്ന് ദേവാലയത്തിലാണ്, യഥാർത്ഥമായ ഫിസിക്കൽ ദേവാലയത്തിലാണ് ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്നത്. അപ്പോൾ ദാവീദിന്റെ ആഗ്രഹം നോക്കണമേ, ദൈവമേ നിന്റെ ആലയത്തിൽ വസിക്കുവാനുള്ള എന്റെ ആഗ്രഹമാണ് ഈ വലിയതായ ബേർഡന്റെ തുടക്കം എന്ന് പറയുന്നത്. और दाऊद का जो है मंदिर बनाने की इच्छा जो है ऐसे ही आया हुआ एक इच्छा नहीं है, मगर परमेश्वर का मंदिर में रहने के लिए, प्रभु का जो है उपस्थिति को हर वक्त में अनुभव करने के लिए इच्छा उसके अंदर में जो है माने विकसित हो रहा था। उस जो है इच्छा के आधार पर उन्होंने निर्णय किया कि प्रभु के राज्य के लिए मैं एक मंदिर बनाऊंगा। Praise the Lord. അതുപോലെ തന്നെ ദാവീദിന്റെ ജീവിതത്തിൽ നമ്മൾ തുറമാനമായിട്ട് പരിശോധിക്കുമ്പോൾ പെട്ടകം തന്നിലേക്ക് കൊണ്ടുവരുവാനുള്ളതായ തന്റെ ആഗ്രഹം, അതുപോലെ ദൈവരാജ്യ സംബന്ധമായ വിഷയങ്ങളോടുള്ള തന്റെ ആ വലിയതായ ആഗ്രഹമാണ് ഇങ്ങനെ വലിയൊരു ആലയം തനിക്ക് പണിയണം എന്നുള്ള ആഗ്രഹം ദൈവം കൊടുക്കുവാനായിട്ട് കാരണം. അപ്പോൾ നമ്മൾ ഒരു കാര്യം ഇന്ന് രാത്രികാലം മനസ്സിലാക്കേണ്ടത്, ദൈവരാജ്യ സംബന്ധമായ വിഷയങ്ങളിൽ നമ്മുടെ ആഗ്രഹങ്ങളുടെ നൈർമല്യതയുടെ അടിസ്ഥാനത്തിലാണ്, അതിന്റെ ജെനുവിനിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ദൈവം അതിനെ ഒരു ബിഗർ വിഷനാക്കി മാറ്റുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. तो वहां पे जो है उन्होंने उसके अंदर में हुआ एक बहुत सरल और लेकिन एक मासूम सोच जो है एक दर्शन के रूप में जो है परिणाम हो गया। और अब समझना चाहिए, परमेश्वर हमारा दर्शन को जो है बड़ा बनाने के लिए, परमेश्वर हमारा दर्शन का पूर्तिकरण में उसको पहुंचाने के लिए, उसके लिए हमारा हृदय के अंदर में प्रभु जो देने वाला जो मासूम विचार और मासूम जो है जो सपना या मासूम दर्शन पर जो है वो आधारित हो जाता है। 2 ശമൂവേൽ 7-ാം അധ്യായം 18-19 നമ്മൾ അതുപോലെയുള്ളതായ ദാവീദിന്റെ ഒരു മനോഭാവം കാണുകയാണ്. He and all his men went to Baalah in Judah to bring up from there the ark of God, which is called by the name the Lord Almighty, who is enthroned between the cherubim of the ark. Oh, praise the Lord. दूसरा शमूएल उसका 7 अध्याय का 18 और 19 पद में हम लोग इसी प्रकार पढ़ते हैं, तब दाऊद राजा भीतर जाकर यहोवा के सन्मुख बैठा और कहने लगा, हे प्रभु यहोवा क्या कहूं, और मेरा घराना क्या है कि तूने मुझे यहां तक पहुंचा दिया है। तो भी हे प्रभु यहोवा, ये तेरी दृष्टि में छोटा सी बात हुई, क्योंकि तूने अपने दास के घराने के विषय आगे के बहुत दिनों तक ही चर्चा की है। हे प्रभु यहोवा, ये तो मनुष्य का नियम है। Praise the Lord. അപ്പോൾ ഇന്ന് രാത്രികാലം പ്രായോഗിക തലത്തിൽ തന്നെ ഒന്നുകൂടി ഞാൻ പറയട്ടെ, നമ്മുടെ ദൈവരാജ്യ സംബന്ധമായ വിഷയങ്ങളോടുള്ള നമ്മുടെ ആഗ്രഹം എന്താണ്? ഡു വി ഹാവ് എ ബർഡൻ ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ്? ആ ആഗ്രഹത്തിൽ നിന്നാണ് ദൈവം വലിയ കാര്യങ്ങൾ നമ്മെ കൊണ്ട് ചെയ്യിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷേ നമ്മുടെ തലമുറയിൽ അത് നടന്നില്ലെങ്കിലും നമുക്ക് അത് അടുത്ത തലമുറയിലോ പിറ്റത്തെ തലമുറയിലോ കാണുവാനായിട്ട് സാധിക്കും എന്നുള്ളതിന്റെ പൂർണ്ണമായ തെളിവാണ്
ദാവീദിന്റെ വിഷൻ ശലോമോൻ അത് ഒരു യാഥാർത്ഥ്യമാക്കി മാറ്റിയത്. और हम लोग समझना चाहिए जो दर्शन परमेश्वर हमारे हृदय के अंदर में जो देते हैं वो एक जो है दर्द से, एक बोझ से जो है शुरू हो जाता है, और वो दर्शन का पूर्तिकरण हो सकता है हमारा हृदय, हमारा पीढ़ी में हम नहीं भी देखे, आने वाला पीढ़ी में जो है हम उसका पूर्तिकरण दे सकता है। और इसी प्रकार दाऊद के हृदय के अंदर में प्रभु ने दिया हुआ जो बोझ को उसका बेटा सुलेमान पूर्तिकरण किया। അപ്പോൾ ദൈവ സാന്നിധ്യത്തോടുള്ള തന്റെ ആഗ്രഹവും കിങ്ഡം അജണ്ടയുടെ തന്റെ പ്രയോറിറ്റിയുമാണ് ഈ വലിയ വിഷന് തുടക്കം കുറിക്കുവാൻ കാരണമായി തീർന്നതെന്ന് നമ്മൾ കാണുകയാണ്. तो प्रभु का राज्य के प्रति उसका चाहत और उनको प्रभु का राज्य के प्रति उनका प्राथमिकता जो है इस प्रकार का एक दर्शन का पूर्तिकरण की ओर लेके गया। അത് പിന്നീട് നമ്മൾ ആ ആലയമെല്ലാം നഷ്ടപ്പെട്ട ശേഷം വീണ്ടും ആലയം പണിയുവാനായിട്ട് ദൈവം ഹഗായിയെയും സെക്കറിയാവിനെയും എസ്രായെയും നെഹമ്യാവിനെയും ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഹഗായി പ്രവചനത്തിലൂടെ ദൈവം ഇസ്രായേൽ മക്കളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അത് നമുക്ക് വായിക്കാം. और हम लोग जो है बाद में जो है अलग अलग काल के बाद जो है हगाई भविष्यवक्ता के द्वारा परमेश्वर हमसे पूछने वाला एक सवाल हम हगाई के किताब में हम लोग पढ़ते हैं. അങ്ങനെ മനോഹരമായ ഈ ആലയം അല്ലെ, നമുക്കറിയാം എന്ത് സംഭവിച്ചു. നെബൂഖദ്നേസറും കൂട്ടരും വന്ന് അത് തകർത്തു കളഞ്ഞു. അങ്ങനെ ആലയം ഇല്ലാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഇസ്രായേൽ വന്നു. പിന്നീട് പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്ന ജനം ഒരു ആലയം പണിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ മധ്യത്തിൽ, അതിന്റെ നടുവിൽ ഹഗായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, is it a time for yourself to be living in your paneled house while this house of God remains in ruin? Hallelujah. और इसी प्रकार के सवाल हमें जो है हगाई का किताब में हम लोग पढ़ते हैं, क्योंकि वहां पे लोग बंदुआई में गया था। बंदुआई में जाने के बाद इन लोग आके जो है एक मंदिर बनाना शुरू किया, और उस वक्त में हगाई जो है भविष्यवक्ता इस्राएली लोगों को, उसका बीच में वो सब बंद हो गया, बीच में अलग अलग समस्या उसका बीच में हुआ। लेकिन उस वक्त में हगाई भविष्यवक्ता पूछने वाला एक सवाल हगाई का किताब 1:4 में हम लोग पढ़ते हैं, क्या तुम्हारे लिए अपने छत वाले घरों में रहने का समय है जबकि ये भवन उजाड़ पड़ा है? ഓ പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ആ ക്വസ്റ്റ്യൻ ഇന്റൻസിറ്റി നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. റൈറ്റ്? നമ്മുടെ ജീവിതത്തിൽ ദൈവ നന്മകൾ, അതുപോലെ നമ്മളെ കിങ്ഡം അജണ്ടയ്ക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട റിസോഴ്സസ് നമ്മുടെ കയ്യിൽ തരുമ്പോൾ നമ്മൾ ആ പ്രയോറിറ്റി നമ്മൾ മറന്നു പോകരുത്. ഇവിടെ ഹഗായി ചോദിക്കുകയാണ്, നിങ്ങൾ വലിയ കെട്ടിടങ്ങളിലും മനോഹരമായ വീടുകളിലും താമസിക്കുമ്പോൾ ദൈവാലയം റൂയിനായിട്ട് കിടക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് വിചാരമില്ലയോ? ആർ യു നോട്ട് ബോതേർഡ്? പ്രൈസ് ദി ലോർഡ്. ദാവീദിനെ കുറിച്ചുള്ള ആ ബേർഡൻ ദൈവം ഇസ്രായേൽ മക്കളോട് ചോദിക്കുകയാണ്, ദാവീദിനുണ്ടായിരുന്ന ബേർഡൻ നിങ്ങൾക്കില്ലേ? പ്രൈസ് ദി ലോർഡ്. और वहां पे जो है हगाई भविष्यवक्ता पूछ रहा है, जो दर्द जो है दाऊद के अंदर में था वो दर्द आप लोग के अंदर में नहीं है, क्योंकि परमेश्वर ने आप लोग को ऊपर में कई चीज जो सौंपा गया है अपना सुविधा के लिए नहीं है, अपना तरीका में जीने के लिए नहीं है। परमेश्वर जो है कई चीज सौंपा गया उसका मंदिर को बनाने के लिए, उसके राज्य का बढ़ोतरी के लिए सौंपा गया है। लेकिन लोग जो है उसी में जो उसी का फायदा उठाते हुए प्रभु का कार्य जो है वहां पे भूल जाता है। പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമ്മളോട് ചോദിക്കേണ്ടതായ ഒരു ചോദ്യമാണ്, ആർ വി കൺസേൺഡ് അബൌട്ട് ദ കിങ്ഡം? ഒരു ആലയം ഇല്ലാതിരുന്നപ്പോൾ ദാവീദിന് ഇങ്ങനെ ഒരു ബേർഡൻ ഉണ്ടായിരുന്നു. എന്നാൽ ഒരു ആലയം ഉണ്ടായിട്ട് അത് നശിക്കപ്പെട്ടപ്പോൾ അതിനെ വീണ്ടും പണിയുവാനുള്ള ഒരു ആഗ്രഹം നമുക്കില്ലേ എന്നാണ് ഹഗായി പ്രവാചകൻ ദൈവത്തിന്റെ പ്രതിനിധിയായിട്ട് അവിടെ ചോദിക്കുന്നത്. और एक मंदिर जो है नहीं बनाने के वक्त में दाऊद के अंदर में काफी जो है बोझ था उसको बनाने के लिए, लेकिन एक मंदिर टूट गया। टूटने के बाद हगाई भविष्यवक्ता जो पूछ रहा है, टूटा हुआ मंदिर को पुनर्निर्माण करने के लिए क्या आप लोगों के हृदय के अंदर में एक बोझ नहीं है क्या? ഇന്ന് രാത്രികാലം നിങ്ങളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പറയാനായിട്ടുള്ളത്, ദൈവരാജ്യ സംബന്ധമായ ചില വിഷയങ്ങൾ ഇല്ലാത്തതിനെ കാണുവാനുള്ള വിഷൻ ദൈവം നിങ്ങൾക്ക് തരുമാറാകട്ടെ. അത് മാത്രമല്ല, ചിലത് ഇടിഞ്ഞു കിടക്കുന്നെങ്കിൽ ചിലതിനെ വീണ്ടും പണിയുവാനായിട്ടുള്ള ദർശനം നിങ്ങളുടെ കയ്യിലേക്ക് ദൈവം തരുവാൻ ആഗ്രഹിക്കുന്നു. ബട്ട് ഡു യു ഹാവ് എ ബർഡൻ? ഡു യു ഹാവ് എ ജെന്യുവിൻ ഡിസയർ ഫോർ ദ സെയിം? ഹല്ലേലൂയ.
और जो है आज रात में परमेश्वर की आत्मा जो है आपसे आपको Hallelujah. जो चीज जो है नहीं बना हुआ है उसको बनाने का एक जो है दर्द आपको देने पाए, साथ ही साथ जो चीज जो है टूटा हुआ है उस टूटा हुआ चीजों को निर्माण करने का एक इच्छा पवित्र आत्मा आपके हृदय के अंदर में देना चाहे। लेकिन मैंने एक सवाल आपसे पूछना चाहता है, ये दोनों कम करने के लिए क्या एक सचमुच में एक इच्छा हमारे हृदय के अंदर में है? जो कार्य प्रभु ने हमें सौंपा गया उस कार्य पूरा करने के लिए सचमुच में एक दर्द हमारे अंदर में होता है कि नहीं? എന്നാൽ നമ്മൾ ഈ ദിവസങ്ങളിൽ കാണുന്നത് നമ്മൾ സ്വയമായി നമ്മിലേക്കും ഒതുങ്ങിക്കൂടുകയാണ് അല്ലെ. അന്ത്യകാലത്തിന്റെ ഒരു ലക്ഷണമായിട്ട് പൗലോസ് തിമോത്തിയോസിനോട് പറയുന്ന ഒരു കാര്യം, അന്ത്യകാലത്ത് 2 തിമോത്തിയോസ് 3-ാം അധ്യായം വായിക്കേണ്ട, നിങ്ങൾക്കത് വീട്ടിൽ പോയി വായിച്ചാൽ മതി. 2 തിമോത്തി ചാപ്റ്റർ 3. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങളൊക്കെ വരും, മനുഷ്യർ എന്തായിത്തീരും? സ്വസ്നേഹികളായിത്തീരും. എന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യം മാത്രം നോക്കുന്ന ഒരു സെൽഫിഷ് ആയിട്ടുള്ളതായ ഒരു സ്വാർത്ഥ മനോഭാവത്തിലേക്ക് മനുഷ്യർ തരം താണു പോകുമ്പോൾ ദൈവമക്കളായ നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ദൈവരാജ്യത്തെ കുറിച്ച്, സഹോദരന്മാരെ കുറിച്ച്, സഭയെ കുറിച്ച് വളരെയധികം കൺസേൺ ഉള്ളവരായിരിക്കണം എന്നാണ് ഹഗായി പ്രവചനത്തിലൂടെ നമ്മളോട് പറയുന്നത്. और हगाई भविष्यवक्ता के द्वारा परमेश्वर की आत्मा हम लोगों को ये चेतावनी देता है कि जो है लोग अपना जो है स्वार्थता में जीवन बिताने के समय में हम प्रभु के राज्य के प्रति दर्दनात्मक और भोज से जो है हम लोग प्रभु के राज्य के लिए काम करना चाहिए। क्योंकि प्रेरित पौलुस तिमोथी को लिखा हुआ जो है 2 अध्याय का 3 पद में माने पौलुस तिमोथी को चेतावनी दे रहा है कि अंतिम समय में लोग स्वार्थी बन जाएंगे, अपने बारे में सोचने वाला लोग बन जाएंगे। तो परमेश्वर के वचन ये पूछ रहा है, लोग स्वार्थी बनने का एक वक्त में क्या प्रभु के राज्य के प्रति जो है सोचने के लिए, दर्द होने के लिए हमारे अंदर में एक मन है कि नहीं? Praise the Lord. അതേ ചോദ്യം തന്നെയാണ് ദൈവം ഹാബേലിനെ കൊന്നു വന്ന കയീനോട് ദൈവം ചോദിച്ച ഒരു ചോദ്യമുണ്ട്, നിന്റെ സഹോദരൻ എവിടെ? Where is your brother? और इस बराबर एक सवाल जो है कईन से भी, जो अपने भाई को घात करके जो आया हुआ, जो कईन से भी प्रभु ने पूछा कि तुम्हारे भाई हाबिल कहाँ है? നമ്മുടെ സഹോദരന്മാരെ കുറിച്ചും സഹോദരിമാരെ കുറിച്ചും നമ്മുടെ കിങ്ഡം പെർസ്പെക്റ്റീവിൽ നമ്മുടെ ബോഡി ഓഫ് ക്രൈസ്റ്റിനെ കുറിച്ചുള്ള നമ്മുടെ കൺസേൺ ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ചില വെളിപ്പാടുകൾ ദൈവം തരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ചില ദർശനങ്ങൾ രൂപീകരിക്കപ്പെടുന്നത്. അതിന്റെയൊക്കെ പരിസമാപ്തിയാണ് ഇന്ന് നമ്മൾ കാണുന്ന പല സ്ഥലങ്ങളിലെയും സഭകളും പല സ്ഥലങ്ങളിലെയും ഓർഗനൈസേഷൻസും ഇന്ന് നമ്മൾ വായിക്കുന്ന ബൈബിളിന്റെ ട്രാൻസ്ലേഷനും എന്തെല്ലാം. The list goes on, but it all started from a small burden, a genuine concern for the kingdom of God. और प्रभु का राज्य के प्रति प्रभु अलग अलग जो है भोज लोगों को देते हैं, अलग अलग जो है मासूम और जो है सच्चा एक दर्द प्रभु लोगों के हृदय के अंदर में देते हैं। आज हम लोग देखने वाला अलग अलग कलीसिया जो कोने कोने में जो स्थापना हुआ है, जो कोने कोने में जो परमेश्वर का जो है कार्य जो होते हैं, अलग अलग परमेश्वर के वचन जो परिभाषित हुआ है, अनुवाद हुआ है अलग अलग भाषा में, ये सारा कार्य जो है एक भोज से और या एक सच्चा जो है दर्द से शुरू हुआ बात है। Praise the Lord. എന്തിനേറെ പറയുന്നു, നമ്മൾ ഓരോരുത്തരും രക്ഷയിലേക്ക് വരുവാനായിട്ടുള്ള കാരണം ദൈവം മറ്റൊരു വ്യക്തിക്ക് കൊടുത്ത ബേർഡന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലേ? Praise the Lord. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു മിഷണറി നമ്മുടെ വീട്ടിലേക്ക് വന്നു കാണും, അല്ലെങ്കിൽ ഒരു സഭയിലെ പാസ്റ്റർ നമ്മളോട് ഷെയർ ചെയ്ത് കാണും. ഇതെല്ലാം തുടക്കം എന്ന് പറയുന്നത് സഹോദരനോ നശിച്ചു പോകുന്ന സഹോദരിയെ കുറിച്ചുള്ളതായ ഭാരമാണ്. Praise the Lord. और हो सकता है हम लोग का जीवन में भी जो है लागू है, आपको प्रभु में आने के लिए, उद्धार पाने के लिए प्रभु किसको इस्तेमाल किया है। हो सकता है एक मिशनरी या एक प्रभु का दास जो है आपके घर में आपके पास आया होगा, आपको परमेश्वर के वचन से जो है सुनाया होगा। तो इसी प्रकार हमारा जीवन का भी जो उद्धार के लिए प्रभु दूसरा किसी को जो है इस्तेमाल करता है। ये सब जो है एक छोटा दर्द से शुरू होने वाला बात है। Praise the Lord. എന്നാൽ ഞാൻ മുന്നോട്ട് പോകട്ടെ. ദൈവത്തിന്റെ പ്ലാൻ ഡിഫറെന്റ് ആയിരുന്നു. ദൈവം പറഞ്ഞു, നല്ല ആഗ്രഹമാണ്, പക്ഷേ ഞാൻ അത് നിന്റെ മകനായ ശലോമോനെ കൊണ്ട് ചെയ്യിപ്പിക്കും. 2 സാമുവേൽ 7-ാം അധ്യായം അതിന്റെ 11 മുതൽ 13 വരെയുള്ളതായ വാക്യങ്ങൾ നമുക്ക് വായിക്കാം.
और दूसरा समूएल उसका 7 अध्याय का 11 से 13 पद तक में पढ़ेंगे, क्योंकि परमेश्वर ने क्या दाऊद से बोला वहां पे लिखा हुआ है। वरन उस समय से भी जब मैंने अपनी प्रजा इसराइल के ऊपर न्याय ठहराया था, और मैं तुझे तुझे तेरे समय शत्रुओं के विश्राम दूंगा, यहोवा तुझे ये भी बताया है कि यहोवा यहोवा तेरे घर बनाए रखेंगे जब तेरी आयु पूरी हो जाएगी और तू अपने पुरखाओं के संग सो जाएगे, तब मैं तो निज वंश को तेरे पीछे खड़ा करके उसके राज्य को स्थिर करूंगा। मेरे नाम का घर वही बनवाएगा और मैं उसकी राजगद्दी को सदैव स्थिर रखूंगा। Praise the Lord. അപ്പോൾ ദാവീദിന്റെ ഈ ആഗ്രഹങ്ങളെല്ലാം ദൈവം അക്നോളജ് ചെയ്തു. പക്ഷെ ദൈവം പറഞ്ഞു, എന്റെ പ്ലാൻ ഡിഫറെന്റ് ആണ്. പ്രൈസ് ദി ലോർഡ്. ഇതും നമുക്ക് വലിയതായ ഒരു പാഠം നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മുടെ വിഷൻ നമ്മൾ അടുത്ത ജനറേഷന് കൈമാറുവാൻ പലപ്പോഴും നമുക്ക് വൈമുഖ്യമുണ്ട്. എന്റെ വിഷൻ ഞാൻ തന്നെ ചെയ്യണം എന്ന ആഗ്രഹമുള്ളവരെയും ഞാൻ കണ്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിൽ തെറ്റില്ല. പക്ഷെ ദൈവത്തിന്റെ പ്ലാൻ എന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ടുള്ള ദാവീദിന്റെ ഹൃദയം നമ്മളിവിടെ കാണുകയാണ്. ദൈവം പറയുന്നു, നിന്റെ ആഗ്രഹം നല്ല ആഗ്രഹമാണ്, എന്നാൽ ഞാൻ നിന്റെ മകനായ ശലോമോനെ കൊണ്ട് അത് പൂർത്തീകരിക്കും. और जो है कई लोगों को इसी प्रकार का सोच है कि जो दर्शन प्रभु ने मुझे दिया है उस दर्शन को मैं ही पूरा करेंगे। लेकिन यहाँ पे दाऊद का विषय में जो है वो बात विभिन्न है। दाऊद की इच्छा था कि प्रभु के लिए कुछ बनाना, लेकिन प्रभु दाऊद को उसके लिए इस्तेमाल नहीं किया और उसका बेटा सुलेमान को उसके लिए परमेश्वर ने नियुक्ति किया। हो सकता है हमारा इच्छा हमारा ही पीढ़ी में हमारा ही समय में प्रभु का दर्शन पूर्ति करना था, उसमें कोई गलती नहीं है, लेकिन कहीं ना कहीं समय में प्रभु दूसरा किसी को भी उस दर्शन का पूर्तिकरण के लिए इस्तेमाल करेंगे। ये बातों को हमें समझना चाहिए। Praise the Lord. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മളുടെ തലമുറ മാറി, നമ്മുടെ ജനറേഷൻ മാറിയാണെങ്കിലും ദൈവം അത് പൂർത്തീകരണത്തിലേക്ക് വരുത്തും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. സ്വർഗത്തിൽ നമ്മൾ എത്തുമ്പോൾ, ഞാൻ അതിന്റെ പുതിയ നിയമ പ്രായോഗിക വശത്തിലേക്ക് അവസാനമായിട്ട് വരുന്നുണ്ട്. അവസാനമായിട്ട് നമ്മൾ കണ്ടെത്തുമ്പോൾ അല്ലെങ്കിൽ സ്വർഗത്തിൽ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാകും, ദൈവം എനിക്ക് തന്ന ബേർഡൻ തുടങ്ങിയ വിഷനാണ് എന്തുമാത്രം ഇമ്പാക്ട് അത് ഉണ്ടാക്കി. ഞാൻ അത് കാണാൻ ജീവനോടെ സാധിച്ചില്ലെങ്കിലും അതിന്റെ കൊയ്ത്ത്, ഹാർവസ്റ്റ് അത് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. और हम लोग जो है जब प्रकाशित वाक्य में आने के वक्त में स्वर्ग में पहुंचने वाला एक समय के बारे में वगैरह वहां पे लिखा हुआ है, लेकिन एक चीज हम समझना चाहिए, अंतिम समय में हमारा पीढ़ी में वो पूरी हो या नहीं हो, एक समय होता है अलग अलग पीढ़ी में प्रभु उसको पूरा करेंगे और परमेश्वर का समय जब आएगा प्रभु उसको पूरा करके ही देंगे। ये बात हम समझ लीजिए। Praise the Lord. ഇന്ന് ആഫ്രിക്കയിലും അതുപോലെ തന്നെ മറ്റു അനേക രാജ്യങ്ങളിൽ വളരെ പ്രയാസമേറിയതായ അനുഭവങ്ങളിലൂടെ കടന്നുപോയവരുണ്ട്. എന്നാൽ ഇന്ന് അവിടെയെല്ലാം വലിയ ഹാർവസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒന്നാം തലമുറ അവിടെ പോയവരെ ഒന്നും നമ്മളിപ്പോൾ കാണുന്നില്ല, അല്ലെ? ഇപ്പോൾ എന്തിനേറെ പറയുന്നു, പൗലോസിന്റെ മിഷണറി യാത്രയിൽ പൗലോസിനെ ലഭിച്ചതായ മക്കതോനിയുടെ വിളിയുടെ ഭാഗമായിട്ടാണ് യൂറോപ്പിലേക്ക് ആദ്യമായിട്ട് സുവിശേഷം കടന്നുപോയത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും കർത്താവിനെ അറിയുവാനൊക്കെ ഇടയായി തീർന്നത് പിന്നീട്. और आपको समझ लीजिए कि अफ्रीका वगैरह वगैरह जो जगह में पहला पीढ़ी जो है गया था और वहां पे काफी नुकसान, काफी जो है परेशानी उठा के वे लोग सेवा किया। इन लोगों को आजकल हम लोग नजर नहीं माने आजकल हम लोग उसको नहीं देखते हैं, लेकिन वहां सब जो है परमेश्वर का कलीसिया स्थापना हुआ और प्रभु का काम जो है बहुत जबरदस्त तरीके में हो रहा है। और इसी प्रकार पौलुस के हृदय में भी जो है एक बार दर्शन मिला कि मकदूनिया में आने के लिए एक व्यक्ति उसको बुला रहा है, और उसी के चलते जो है उन्होंने यूरोप में चला गया और वहां पे सुसमाचार प्रचार किया। लेकिन कई पीढ़ी जो है बीत गई, पूरा यूरोप जो है प्रभु को जानने का कारण हो गया, और हम लोग का बीच में भी सुसमाचार सुनने के लिए जो है यूरोप में जो फैला हुआ सुसमाचार के कारण हो गया। Praise the Lord. ഒരു ചെറിയൊരു ആഗ്രഹം അതിനെ ഒരു വിഷനായി മാറി. ആ വിഷൻ ഒരുപക്ഷെ നമ്മുടെ കാലത്ത് ചിലപ്പോൾ പാർഷ്യലായിട്ടാണ് അത് പൂർത്തീകരിക്കപ്പെടുന്നെങ്കിലും, ഒരുപക്ഷെ പൂർത്തീകരിക്കപ്പെട്ടില്ലെങ്കിൽ പോലും നമ്മൾ ഒരിക്കലും നിരാശരാകേണ്ട കാര്യമില്ല. അത് അതിന്റെ സമാപ്തിയിലേക്ക് വരും. അതുകൊണ്ടാണ് ദൈവം ഹബക്കൂക്കിന്റെ പ്രവചനത്തിൽ നമ്മൾ കാണുന്നത്, ദർശനത്തിന് ഒരു അവധി വെച്ചിട്ടുണ്ട്, അത് അതിന്റെ സമാപ്തിയിലേക്ക് വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ.
तो हो सकता है हमारा पीढ़ी में जो काम परमेश्वर ने जो सौंपा गया है हम लोग को देखने के लिए मौका नहीं भी मिले, लेकिन हम माने उसमें परेशान होने का बात नहीं है, क्योंकि परमेश्वर एक समय रखा है, उस वक्त में वो पूरी होंगे। इसलिए होशे की किताब में भी हम लोग उसके बारे में जो है होशे जो बता रहा है, वहां पे उन्होंने बोल रहा है दर्शन के लिए एक समय जो है रखा हुआ है, वो समय आएगा तो वो पूरी होगा ही। പക്ഷെ ദർശനം നമ്മൾ ഇപ്പോൾ തന്നെ എഴുതി വെക്കണം, ദർശനം ഇപ്പോൾ തന്നെ എഴുതി വെക്കണം. പൂർത്തീകരിക്കപ്പെടുവാനായിട്ടുള്ള അതിനൊരു സമയമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ കാണുന്ന ദർശനം, ദൈവം തരുന്ന വാഗ്ദത്തങ്ങൾ എഴുതി വെക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരു പക്ഷെ നമ്മുടെ തലമുറയിലോ അടുത്ത തലമുറയിലോ ദൈവം അത് പൂർത്തീകരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ദർശനം അത് ഇൻവാലിഡ് ആയി പോകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. इसलिए दर्शन जो परमेश्वर आपके हृदय में देते हैं, जो आपके हृदय के अंदर में देने वाला जो सच्चा जो दर्द जो है, आप उसको लिख करके रखना, क्योंकि उस दर्शन जो है एक समय पूर्तिकरण में आएंगे। हो सकता है आपका पीढ़ी में देखने के लिए मौका नहीं भी मिले, जो दर्शन प्रभु ने आपको दिया है उसको पूर्तिकरण में आएंगे, और परमेश्वर वो सही वक्त आएगा तो उसको पूर्तिकरण करेंगे। Praise the Lord. മുന്നോട്ട് പോകട്ടെ. ദാവീദിന്റെ ആഗ്രഹം, ദൈവത്തിന്റെ പ്ലാൻ. പക്ഷെ ദാവീദ് എന്തോ ചെയ്തെന്നറിയാമോ? അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തു. ഞാനായിരുന്നെങ്കിൽ അത് ചെയ്യത്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, എന്റെ വിഷനാണ് അല്ലേ, ഇത് എന്റെ കാലഘട്ടത്തിൽ നടക്കുന്നില്ലെങ്കിൽ അത് പണിയുന്നവൻ നോക്കട്ടെ എന്ന് ചിന്തിക്കുന്നതിന് പകരം ദാവീദ് അതിനു വേണ്ടി തയ്യാറെടുത്തു. നമുക്കതൊന്ന് ശ്രദ്ധിക്കാം. और दाऊद का जो है दर्शन था और परमेश्वर का प्लान अलग था, लेकिन दाऊद को परमेश्वर जब अपना योजना बदल दिया तो दाऊद को चुपचाप बैठ सकता था, लेकिन दाऊद ने क्या किया? दाऊद ने उस योजना के लिए माने तैयारी करने लगा, पूरा जो है कार्य उसके लिए तैयार करके रखा हुआ था। അപ്പോൾ ആ ആഗ്രഹത്തിന്റെ ജെനുവിനിറ്റിയാണ് അല്ലേ, തന്റെ ആ ബേർഡന്റെ ജെനുവിനിറ്റിയാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. എന്തോ പ്രിപ്പറേഷൻ ആണ് ദാവീദ് ചെയ്തത്. തന്റെ കാലത്ത് അത് നടക്കുകയില്ല എന്ന് തെളിവായി തനിക്ക് അറിഞ്ഞിട്ടും അതിനുവേണ്ടി താൻ പ്രിപ്പയർ ചെയ്തു. അവിടെയാണ് ദാവീദിന്റെ ഹൃദയത്തിന്റെ ആ നിർമ്മലത. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതുപോലെ, നോ വണ്ടർ ദൈവത്തെ കുറിച്ച് ദാവീദിനെ കുറിച്ച് ദൈവം പറഞ്ഞത് അവന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. और दाऊद का जो है हृदय का वो इच्छा को आप थोड़ा समझ लीजिए, उसका जो है वो सच्चाई को आप थोड़ा समझ लीजिए। दाऊद को मालूम है कि उसका पीढ़ी में होने वाला नहीं है, फिर भी उसका हृदय के अंदर में चाहत इतना ही था, उन्होंने जो है उसके लिए पूरा काम करने के लिए तैयार हो गया। अगर मैं होता तो हो सकता है नहीं करेंगे, लेकिन दाऊद जो है उनका पीढ़ी में नहीं होने वाला एक कार्य के लिए अब से तैयारी करना शुरू किया। Praise the Lord. Hallelujah. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായ ദാവീദ് ഇവിടെ നടക്കുന്ന പ്രിപ്പറേഷൻ നോക്കണം. 1 ദിനവൃത്താന്തം 22-ാം അധ്യായം 5-ാം വാക്യം ഞാൻ വായിച്ചപ്പോൾ ഞെട്ടിപ്പോയി. Now David said, Solomon my son is young and inexperienced, and the house to be built for the Lord must be exceedingly magnificent. അയ്യോ, എന്റെ വിഷനാണ്, അത് ഞാനല്ല പണിയുന്നെന്ന് വിചാരിച്ച് കുറച്ച് കാണിക്കരുത്, കുറച്ചൊന്നും ചെയ്യരുത്. എന്ത് ചെയ്യണം? എക്സീഡിംഗ്ലി മാഗ്നിഫിഷ്യന്റ്, ഫേമസ് ആൻഡ് ഗ്ലോറിയസ് ത്രൂ ഔട്ട് ഓൾ കൺട്രീസ്. ഐ വിൽ നൗ മേക്ക് പ്രിപ്പറേഷൻ ഫോർ ഇറ്റ്. സോ ഡേവിഡ് മേഡ് അബണ്ടന്റ് പ്രിപ്പറേഷൻസ് ബിഫോർ ഹിസ് ഡെത്ത്. ഓ, വാട്ട് എ माइंड, व्हाट ए हार्ट. और पहला इतिहास उसका 22 अध्याय का 5वां पद में इस प्रकार पढ़ते हैं, और दाऊद ने कहा, मेरा पुत्र सुलेमान सुकुमार और लड़का है, और जो भवन यहोवा के लिए बनाना है उसे अत्यंत तेजोमय और सब देशों में प्रसिद्ध और शोभायमान होना चाहिए, इसलिए मैं उसके लिए तैयारी करूंगा. अतः दाऊद ने मरने से पहले बहुत तैयारी की. ഓ, പ്രൈസ് ദി ലോർഡ്. ആ വാക്കുകളൊക്കെ ശ്രദ്ധിക്കണം. എന്റെ വിഷനാണ്, അയ്യോ ഞാൻ കാലഘട്ടത്തിൽ പണിയപ്പെടുന്നില്ല, അതുകൊണ്ട് എങ്ങനെയെങ്കിലും പണിതാ പോലെയല്ല. ഇറ്റ് വിൽ ബി ഗ്ലോറിയസ് ആൻഡ് മാഗ്നിഫിഷ്യന്റ്. എല്ലാ രാജ്യങ്ങളിലും വെച്ച് ഏറ്റവും ഉന്നതായിരിക്കണം. അതിനുവേണ്ടി ദാവീദ് കുറച്ച് പ്രിപ്പറേഷൻ ചെയ്തു എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. ദാവീദ് അബണ്ടന്റ് പ്രിപ്പറേഷൻ, ഒരുപാട് പ്രിപ്പറേഷൻ അതിനുവേണ്ടി ചെയ്തു.
और दाऊद जो है उस मंदिर के बारे में क्या सोच रहा है, यहाँ पे लिखा है, उन्होंने बोल रहा है कि वो अत्यंत तेजोमय और सब देशों में प्रसिद्ध और शोभायमान होना चाहिए। तो इसके लिए दाऊद थोड़ा बहुत तो काम किया, ऐसे नहीं लिखा हुआ है, मगर दाऊद उसके लिए पूरा तैयारी किया है। ഒന്ന് ദിനവൃത്താന്തം 22-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. Indeed, I have taken much trouble to prepare for the house of the Lord 100,000 talents of gold, 1,000,000 talents of silver and bronze and iron. I have prepared timber, stone. Oh, what a great preparation. और उसका 22 का 14 पद इस प्रकार पढ़ते हैं, सुन, मैंने अपने कलेश के समय यहोवा के भवन के लिए 1,00,000 किकार सोना और 10,00,000 किकार चांदी और पित्तल और लोहा इतना इकट्ठा किया है कि बहुतायत के कारण तोल से बाहर है। Oh, praise the Lord. എത്ര മില്യൺ, if you convert that into എത്രയോ കോടിക്കണക്കിന് രൂപയുടെ പ്രിപ്പറേഷൻ ദാവീദ് ചെയ്തു. എന്തിനു വേണ്ടി? തന്റെ ദൈവരാജ്യത്തോടുള്ള എരിവ്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, നമുക്ക് ഒരു സമയം പോലും വേസ്റ്റ് ചെയ്യുവാനായിട്ടില്ല. നമ്മുടെ ദർശനം മറ്റൊരാൾ പണിയുവാൻ പോകുകയാണെന്ന് അറിഞ്ഞിട്ടും അവസാനത്തെ സെക്കൻഡ് വരെ അതിനുവേണ്ടി അത്യധ്വാനം ചെയ്ത ദാവീദിന്റെ ഹൃദയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. दाऊद कुछ थोड़ा सा भी समय उसके लिए बेकार नहीं किया है। इतना जो है इतना चीज जो है पैसा में कन्वर्ट करेंगे तो कितना करोड़ों रुपया का माल जो है दाऊद ने वहां पे इकट्ठा किया होगा। देखिए, दाऊद को मालूम है कि उनका दर्शन के ऊपर में दूसरा कोई बनने जा रहा है, तो भी उन्होंने वहां पे चुपचाप नहीं बैठा, हर एक वक्त जो है उस कार्य के लिए पूरा लगा हुआ था। നമ്മുടെ മനോഭാവം ഇന്ന് രാത്രികാലം എങ്ങനെയാണ്? പ്രൈസ് ദി ലോർഡ്. കിങ്ഡം പെർസ്പെക്റ്റീവിൽ കാര്യങ്ങളെ കാണുവാൻ നമ്മുടെ മനോഭാവം ഉണ്ടാകണം. നമ്മൾ ആ പക്വതയിലേക്ക് എത്തണം. ഇവിടെ ശലോമോന്റെ ദേവാലയം എന്ന് പറഞ്ഞാലും ദാവീദ് പറയുകയാണ്, എനിക്കതിലൊരു വിഷയവുമില്ല, അൾട്ടിമേറ്റ്ലി ഇത് ദൈവത്തിന്റെ ദേവാലയമാണ്, ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ശലോമോന്റെ ദേവാലയം എന്ന് അറിയപ്പെട്ടാലും എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. എന്നാൽ ദൈവനാമം മഹത്വപ്പെടണം. ഹല്ലേലൂയ. और हम लोग जो है इसी प्रकार प्रभु का राज्य के प्रति एक नजरिया हमें होना चाहिए। हर एक चीज जो कर रहा है वो हम किसी व्यक्ति के लिए नहीं मगर प्रभु के राज्य के लिए कर रहा है, उसी प्रकार के एक सोच होना चाहिए। दाऊद सोच रहा है कि मान के चलिए कल लोग उसको बुलाए कि ये सुलेमान का मंदिर है तो भी मुझे कोई दिक्कत नहीं है, क्योंकि अक्सर में मुझे मालूम है कि ये मंदिर जो है प्रभु का मंदिर है और ये मंदिर के द्वारा प्रभु को ही महिमा मिले। ഹല്ലേലൂയ. അത് മാത്രമല്ല, ദാവീദ് ശലോമോനോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. 22-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, മൈ സൺ, മേ ദ ലോർഡ് വിത്ത് യു, മേ യു പ്രോസ്പർ ആൻഡ് ബിൽഡ് ദ ഹൗസ് ഓഫ് ദ ലോർഡ് യുവർ ഗോഡ് ആസ് ഹി ഹാസ് സെഡ് ടു യു. और उसका 22 का 11 पद में इस प्रकार दाऊद अपने बेटे सुलेमान से कह रहा है, अब हे मेरे पुत्र, यहोवा तेरे संग रहे और तू कृतार्थ होकर उस वचन के अनुसार जो तेरे परमेश्वर यहोवा ने तेरे विषय कहा है उसका भवन बनाना। അതിന്റെ 19-ാമത്തെ വാക്യം കൂടെ നമുക്ക് വായിക്കാം. Now set your heart and your soul to seek the Lord your God. ഈ ആലയം പണിയിൽ നീ മറന്നു പോകാൻ പാടില്ലാത്ത ഒരു കാര്യമുണ്ട്. ദൈവത്തെ അന്വേഷിച്ചുകൊണ്ട് വേണം ഇത് ചെയ്യുവാൻ. Your heart should be at the center of God's will. Praise the Lord. और उसको 19 पद में कहा गया है, अब तन मन से अपने परमेश्वर यहोवा के पास जाया करो और जी लगाकर यहोवा परमेश्वर का पवित्र स्थान बनाना कि तुम यहोवा की वाचा का संदूक और परमेश्वर की पवित्र पात्र उस भवन में लाओ जो यहोवा के नाम का बनाने वाला है। ഓ പ്രൈസ് ദി ലോർഡ്. ദാവീദ് പറയുകയാണ്, ഇതൊരു കെട്ടിടം പണിയുന്നത് പോലെ കോൺട്രാക്ട് കൊടുക്കാനുള്ളതല്ല, ഇത് നിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. ഇറ്റ് ഹാസ് ടു ബി ഇന്റഗ്രേറ്റഡ് വിത്ത് യുവർ ലൈഫ്. അതുകൊണ്ട് ജീവിതം സൂക്ഷിച്ചോണം. റിമെമ്പർ, ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവോട് പറയുകയാണ്, ദൈവത്തിന്റെ വിഷൻ ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഗൗരവമുണ്ട്. നമ്മുടെ ജീവിതം അതിന് മാതൃകയായിരിക്കണം. കോൺട്രാക്ട് കൊടുത്ത് പണിയേണ്ട സ്ഥലമല്ല ദൈവത്തിന്റെ ആലയം.
और इसलिए जो है दाऊद सुलेमान से कह रहा है, सुलेमान तुम प्रभु का काम करने के पहले एक चीज याद रखना कि तुम्हारा जिंदगी को तुम पवित्र बना कर रखने वाला एक चीज है, अपना जिंदगी को तुम बहुत सावधानी से चलाने वाला एक चीज है। प्रभु का कार्य के लिए तुम अपने जीवन को जब देने के वक्त में तुम्हारा ही जीवन उसके लिए पवित्र बनना चाहिए, क्योंकि प्रभु का काम जो है ठेकेदारी पर होने वाला काम नहीं है, उसके लिए तुम भी उसके लिए जुड़ा हुआ है, इसलिए तुम्हारा जीवन भी उसमें पवित्र बनना चाहिए। ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മറ്റു കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കിങ്ഡം അജണ്ടയിൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. നമ്മളൊരു വിഷൻ, ദൈവത്തിന്റെ വിഷൻ ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം അതിന് മാതൃകയായിരിക്കണം. ശലോമോനോട് പറയുകയാണ്, എന്നാൽ ശലോമോന്റെ ജീവിതത്തിൽ പാളിച്ചകൾ സംഭവിച്ചു അല്ലെ. എന്നാൽ ദാവീദ് പറയുകയാണ്, യു ഹാവ് ടു സ്റ്റാൻഡ്, you have to stand properly, you have to walk uprightly, you have to seek the face of the Lord while you build this magnificent temple. अब माने सुलेमान का जीवन में काफी जो है परेशानी बाद में हुआ, लेकिन सुलेमान को इस बनाने से पहले दाऊद जो है वहां पे सुलेमान से कह रहा है, तुम इस पवित्र स्थान बनाने के वक्त में तुम यहोवा की वाचा का संदूक और परमेश्वर की पवित्र पात्र उस भवन में लगाओ, और यहोवा के नाम का बनाने वाला है, क्योंकि तुम बना रहा है, इसलिए तुम्हारा जीवन परमेश्वर के माने सन्मुख में पवित्र बनना चाहिए. അത് മാത്രമല്ല, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ പരമപ്രധാനമായ കാര്യം ദാവീദോട് പറയുകയാണ്, ആലയം പണിതാൽ മാത്രം പോരാ, അതിലേക്ക് നീ നിയമപ്പെട്ടകം കൊണ്ടുവരണം, ദൈവത്തിന്റെ വിശുദ്ധ സാധനങ്ങൾ കൊണ്ടുവരണം, എങ്കിൽ മാത്രമേ ഈ ആലയം ഒരു നിയമത്തിന്റെ ഉടമ്പടിയുടെ സ്ഥലമായി മാറുകയുള്ളൂ. ഹല്ലേലൂയ. और दाऊद केवल जो है सुलेमान से नहीं कह रहा है तुम मंदिर बनाओ, मगर दाऊद और भी जो है बातों को याद दिला रहा है. उस मंदिर बनाने के बाद तुमको वहां पे परमेश्वर की संदूक जो है, जहां जिसी में प्रभु का जो है नियम है, उसको भी लाना है, और प्रभु के लिए अलग अलग पात्र जो होता है, उस पात्र को भी तुम्हें लाना है, उस मंदिर में उसको रखना. ഹല്ലേലൂയ. ദാവീദിന്റെ ബർഡൻ, ദൈവത്തിന്റെ പ്ലാൻ, പക്ഷെ ദാവീദിന്റെ തയ്യാറെടുപ്പ്, ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. दाऊद का जो है बोझ और परमेश्वर का योजना, इसी के बारे में हम लोग आज देख रहा. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നതിന് മുൻപ് പുതിയ നിയമത്തിലേക്ക് ഞാൻ ഒന്ന് വരട്ടെ. പ്രൈസ് ദി ലോർഡ്. और मेरा जो है भाषण में यहाँ पे कदम करने से पहले नया नियम की ओर थोड़ा सा बढ़ के हम समाप्त करना चाहते हैं. ഇതിന്റെ പ്രായോഗികമായ ഒരു നിർദ്ദേശം ഞാൻ ഇതിലൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. 1 കൊരിന്ത്യർ 3-ാം അധ്യായം അതിന്റെ 6 മുതൽ 8 വരെയുള്ളതായ വാക്യങ്ങൾ. और उसका एक प्रायोगिक बात जो है 1 कुरिन्थियों का पत्री 3 अध्याय का जो है उसका 6 से 8 पद तक जो है जहां पे लिखा है, उसको मैं पढ़ना चाहता हूं. വായിച്ചു. 1 कुरिन्थियों का पत्री 3 अध्याय का जो है 6 से I planted, right? Apollos watered. ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവമത്രേ വളരുമാറാക്കുന്നത്. वहां पे लिखा हुआ है कि मैंने लगाया, अपोलोस ने जींचा, परंतु परमेश्वर ने बढ़ाया. 3 കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. इसमें से 3 बात मैंने जो है आपको बताना चाहता. ഏതൊരു വിഷനിലും നിങ്ങൾക്കൊരു റോൾ ഉണ്ടെന്ന് മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. You have a role. हर एक जो है दर्शन में आपको एक रोल है, आपको एक भाग है, आपको समझना चाहिए. നിങ്ങളുടെ ജനറേഷനിൽ നിങ്ങൾ കർത്താവിനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു റോൾ ഉണ്ട്. ഒരു പക്ഷേ ബേർഡൻ ആയിരിക്കാം, പക്ഷെ ആ റോള് നിങ്ങൾ അക്നോളജ് ചെയ്യണം. ഒരു പക്ഷെ പണിയുവാനല്ലായിരിക്കാം, പക്ഷെ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പായിരിക്കാം. एक आपका पीढ़ी में अगर आप प्रभु को जान लिया है, आपको उसमें एक भाग, एक कर्तव्य निभाना पड़ता है. हो सकता है बनाने के लिए नहीं होगा, लेकिन उसके लिए तैयारी करने का एक कर्तव्य आपको उसमें निभाना पड़ता है. ഇവിടെ പൗലോസ് പറയുകയാണ്, എനിക്ക് നടാൻ മാത്രമേ സാധിച്ചുള്ളൂ, പക്ഷെ ഞാൻ നട്ടു. അയ്യോ, എനിക്ക് വെള്ളമൊഴിക്കുവാൻ സമയമില്ല എന്ന് വിചാരിച്ച് ഞാൻ നടാതിരുന്നില്ല. I acknowledged my role. Praise the Lord. Hallelujah. और यहाँ पे पौलुस बोल रहा है, मुझे लगाने का ही समय था, मैंने लगाया है. मुझे पानी देने के लिए समय नहीं है सोचकर मैंने लगाने में मैंने पीछे नहीं हट गया, लेकिन मुझे लगा सकता था, मैंने लगा दिया, दूसरा एक व्यक्ति पानी दे दिया. Hallelujah.
ആളുകളോട് സുവിശേഷം പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും, അയ്യോ രക്ഷിക്കപ്പെടുന്നത് ചിലപ്പോൾ ഞാൻ കണ്ടില്ലോ. നോ 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 നോ, ഡോണ്ട് വറി, ജസ്റ്റ് ഡു ഇറ്റ്. Acknowledge your role and just do it with a burden. Hallelujah. Somebody else will water. और आप किसी को सुसमाचार सुनाने के वक्त में आप जो है सोच सकता है कि ये जो है कैसे होगा, लेकिन आप उतना सोचने की जरूरत नहीं है। प्रभु आपको जो है जो दर्द दिया, उस दर्द के आधार पर आप सुसमाचार सुनाइए, कोई भी दूसरा व्यक्ति उसमें सींचने दीजिए, पानी देने दीजिए। Acknowledge your role. Number 2, respect the role of others. पहला चीज, आप अपना जो है भाग को, अपना कर्तव्य के बारे में आपको समझ होना चाहिए। दूसरा, दूसरों का कर्तव्य को आप इज्जत देना चाहिए। The moment ദാവീദിനോട് ദൈവം പറഞ്ഞ മുട്ട്, ദൈവം ശലോമോനിലേക്ക് നോക്കുകയാണ്. ശലോമോനെ, I respect your role. You have to build this properly. അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഞാൻ ചെയ്തു തരാം. I acknowledge my role and acknowledge your role also. और दाऊद को परमेश्वर, दाऊद से बात करने के बाद दाऊद जो है सुलेमान से बोल रहा है कि मैंने जो है तुम्हारा जो भाग को, तुम्हारा कर्तव्य को मैं इज्जत देता हूं, उसको मैं आदर करता हूं, उसके लिए जो जरूरत है मेरे से जो हो जाएगा उसको मैं करके दे देंगे। ഓ ദാവീദിന്റെ മനോഭാവത്തിനാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Do you have that kind of burden? Do you have that kind of mentality? നമുക്ക് ആ മനോഭാവമുണ്ടോ? എനിക്ക് ശേഷം വരുന്നവർ വെള്ളം നനയ്ക്കുമ്പോൾ അതിനു വേണ്ട വെള്ളവും ഞാൻ ചിലപ്പോൾ ഒഴുക്കി വെച്ചിട്ട് പോകാം. Somebody else water it. और क्या इसी प्रकार के विचार आपके अंदर में है? आपके बाद आने वाला व्यक्ति हो सकता है वो भिंगाने के लिए या पानी देने के लिए पानी भी जो है वहां पे इकट्ठा करके रख के जाने का एक विचार, एक सोच क्या आपके अंदर में है? Praise the Lord. हालेलुया। മൂന്നാമതായിട്ട് അവസാനമായിട്ടും പൗലോസ് പറയുകയാണ്, നമ്മുടെ റോളും മറ്റുള്ളവരുടെ റോളും ഒന്നും അല്ല, അതിനേക്കാൾ പ്രാധാന്യമായ ഒരു റോളുണ്ട്. ഹോണർ ദ റോൾ ഓഫ് ഗോഡ്. और आखिरी बात जो है पौलुस हमसे कह रहा है कि मेरा जो है भाग क्या है, अपोलोस का भाग क्या है, वो सब मुख्य नहीं है। मुख्य जो है परमेश्वर का भाग क्या है, वो मुख्य है। Praise the Lord. ദാവീദിനറിയാം, എന്റെ ആഗ്രഹം ശലോമോൻ പണിതു, പക്ഷെ അവസാനമായിട്ട് നടക്കേണ്ടത് ഇത് ദൈവത്തിന്റെ ആലയമാണെന്ന് ആളുകൾ അറിയണം. Praise the Lord. Hallelujah. ദൈവം അധിവസിക്കുന്ന ഒരു നിവാസമാണെന്ന് ജനം മുഴുവൻ അറിയണം. അതാണ് അതിന്റെ അൾട്ടിമേറ്റ് പർപ്പസ് എന്ന് പറയുന്നത്. और दाऊद ने ही बोला कि आप बनाए या मैं बनाए, अक्सर में लोहे जो है लोग जानना चाहिए इस मंदिर में प्रभु को उपस्थिति है, प्रभु इस मंदिर में रहना चाहते हैं। Praise the Lord. Hallelujah. വളരുമാറാക്കുന്ന ഒരു ദൈവമുണ്ട്, വളരുമാറാക്കുന്ന ഒരു ദൈവമുണ്ട്. और बढ़ाने वाला एक प्रभु है, प्रभु ही बढ़ाता है। അതിൽ പൗലോസ് പറയുകയാണ്, നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല, അവരുടെ റോളുകളെ അങ്ങ് ഇൻസിഗ്നിഫിക്കന്റ് ആക്കുകയാണ്, അവിടെ ഇടിച്ചു കളയുകയാണ്. എന്നിട്ട് ദൈവത്തിന്റെ റോളിനെ അങ്ങ് മാഗ്നിഫൈ ചെയ്യുകയാണ്. Praise the Lord. और इसलिए वहां पे पौलुस आगे वाला पद, 7 वाला पद में कह रहा है, इसलिए ना तो लगाने वाला कुछ है और ना सींचाने वाला कुछ है, परंतु परमेश्वर ही सब कुछ है जो बढ़ाने वाला है। मतलब पौलुस जो है वहां पे जो लगाया है, जो सींचा है, दोनों का जो कर्तव्य को या दोनों का जो है भाग को, दोनों का प्राधान्यता को उन्होंने तोड़ रहा है और बोल रहा है ये सब बड़ा नहीं है, एक ही व्यक्ति बड़ा है जो प्रभु है। ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞില്ല എന്റെ റോളും അപ്പൊല്ലോസിന്റെ റോളും ദൈവത്തിന്റെ റോള് പോലെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോ 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 നോ. ദൈവത്തിന്റെ റോളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വി ആർ ഇൻസിഗ്നിഫിക്കന്റ്. നമ്മൾ ചെയ്തൊന്നും ഒന്നുമല്ല. അൾട്ടിമേറ്റ്ലി ഇറ്റ് ഈസ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. പ്രൈസ് ദ ലോർഡ്. और पौलुस ने नहीं बोला कि हाँ परमेश्वर का भाग भी है, मेरा भाग भी है और साथ ही साथ अपोलोस का भाग भी है, इसी प्रकार पौलुस नहीं बोला। पौलुस ये बोला कि परमेश्वर का भाग जब देखेगा, प्रभु का कर्तव्य जब देखेगा, मेरा कर्तव्य और अपोलोस का कर्तव्य कुछ भी नहीं है। David planted, Solomon watered, but ultimately it is known as the temple of living God. जो दाऊद का जो है जो पदों को हम इसी प्रकार उसको बता सकता है,
दाऊद ने लगाया और सुलेमान ने सींचा, परंतु अक्सर में उस मंदिर परमेश्वर के लिए बनाया। Hallelujah. What is your role today? Acknowledge your role. आप अपना जिम्मेदारी, अपना कर्तव्य को समझ ले। Respect others' role. മറ്റൊരു ആളുടെ റോളിനെ തുച്ഛീകരിച്ച് കാണരുത്. दूसरा किसी को प्रभु ने दिया गया, सौंपा गया जिम्मेदारी को, कर्तव्य को तुच्छ नहीं जानना, उसको आदर करना। Ultimately, all glory to God. अक्सर में परमेश्वर का महिमा इन दोनों में होना चाहिए। ഈ ദിവസങ്ങളിൽ ദൈവരാജ്യത്തിൽ നമുക്ക് വളരാം. നമുക്കൊരു റോളുണ്ട്. അതുകൊണ്ട് ദാവീദിനെ പോലെ നമുക്ക് പ്ലാന്റ് ചെയ്യാം, വാട്ടർ ചെയ്യുന്ന ആൾക്ക് വേണ്ടി നമുക്ക് പ്രിപ്പയർ ചെയ്യാം. കാരണം നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല, വളരുമാറാക്കുന്ന ദൈവമത്രേ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. God bless you. इसी प्रकार दाऊद का जैसा हम लोग जो है योजना बनाकर प्रभु के राज्य के लिए बनाने के लिए आगे निकलने पाए, क्योंकि जो लगाने वाला कुछ न तो लगाने वाला कुछ है और ना सींचने वाला, पर तो परमेश्वर ही सब कुछ है जो बढ़ाने वाला है। तो हमारे कर्तव्य और जो है भोज के प्रति प्रभु के राज्य को महिमा मिलने पाए, इस वचन के द्वारा प्रभु हमें आशीष करे। थैंक यू।